വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നിരാശനായി തീർന്ന ബാരൂക്കിന് യിരെമ്യാവിൽ കൂടി ദൈവം നൽകുന്ന ആലോചനയാണ്: നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. യിരെമ്യാവ് 45:5 ഈ ആലോചനയുടെ പശ്ചാത്തലം എന്ത് എന്ന് നോക്കാം. ഇസ്രായേലിനെയും യഹൂദിയെയും കുറിച്ച് ദൈവം യിരെമ്യാവിന് നൽകിയ അരുളപ്പാടുകളെല്ലാം ബാരൂക്ക് ഒരു പുസ്തക ചുരുളിൽ എഴുതി വച്ചു. ദൈവജനം പാപത്തെ വിട്ടുതിരിയുന്നില്ല എങ്കിൽ അവരുടെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ് ബാരൂക്ക് എഴുതിയത്. ഈ ദൂത് യഹൂദ രാജാവായ യോയാക്കീം വായിച്ചു കേട്ടപ്പോൾ ചുരുൾ കത്തികൊണ്ട് കഷ്ണങ്ങളാക്കി നെരിപ്പോടിൽ ഇട്ട് കത്തിച്ചു കളയുകയും യിരെമ്യാവിനെയും ബാരൂക്കിനെയും പിടിപ്പാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. യിരെമ്യാവ് 36:21-26 ഈ കൽപ്പന പുറപ്പെടുവിച്ചുവെങ്കിലും ദൈവം യിരെമ്യാവിനെയും ബാരൂക്കിനെയും ഒളിപ്പിച്ചതിനാൽ അവരെ പിടിക്കുവാൻ രാജാവിന് കഴിഞ്ഞില്ല. 36:27 ദീർഘനാളുകളിലെ അധ്വാനഫലം നിഷ്ഫലമായത് കണ്ട് ബാരൂക്ക് നിരാശനായി. ഈ സാഹചര്യത്തിലാണ് ദൈവം ബാരൂക്കിനോട് പറയുന്നത്: നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. അനാവശ്യമായി നിരാശപ്പെടുകയും പിറുപിറുക്കുകയും ചെയ്ത ബാരൂക്കിനോട് ദൈവം പറഞ്ഞ ഈ വാക്കുകൾ ശാസനയുടെയും ബുദ്ധി ഉപദേശത്തിൻ്റെയും വാക്കുകളാണ്. എന്തായിരിക്കാം ബാരൂക്ക് നിരാശപ്പെടുവാനുള്ള കാരണം? ഒന്ന്, ജനത്തിനു വേണ്ടി ഞാൻ എഴുതിയ ചുരുൾ കത്തിച്ചു കളഞ്ഞതിനാൽ ചുരുൾ എഴുതുന്നതിന് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നത് ജനം അറിയുകയില്ല. രണ്ട്, ചുരുൾ വായിച്ചു കേട്ടിരുന്നുവെങ്കിൽ ജനം പാപവഴിയിൽ നിന്ന് വിട്ടുമാറി പുതിയ അനുഭവത്തിലേക്ക് വരുമായിരുന്നു. അത് എനിക്ക് ഉണ്ടാകുന്ന പുകഴ്ചയും ആയിരുന്നു. നിരാശയുടെ കാരണം ഇവയായിരുന്നാലും നിരാശ ഉണ്ടാകുവാൻ അടിസ്ഥാന കാരണം തന്നിലുള്ള ഞാൻ എന്ന ഭാവമായിരുന്നു. അതായത് എൻ്റെ കഷ്ടപ്പാട് ജനത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്ത. ദൈവരാജ്യ വളർച്ചയിലും ആത്മീയ ശുശ്രൂഷയിലും ഏർപ്പെടുന്ന അനേകരിലും ഞാൻ എന്ന ഭാവം ഉള്ളതിൻ്റെ ഫലമായി ദൈവമഹത്വം എന്നതിനേക്കാൾ എൻ്റെ പ്രവൃത്തിയും എൻ്റെ മഹത്വം എന്ന ചിന്ത വന്നു പോകുന്നതാ നിരാശയുടെ കാരണം. കർത്താവ് നൽകുന്ന ദൂത് വിശ്വസ്തയോടുകൂടി അറിയിക്കുക എന്നുള്ളതല്ലാതെ പ്രശംസിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ള ആഗ്രഹം സ്വയത്തിൽ നിന്നുള്ളതാണ്. ബാരൂക്കിൻ്റെ സ്വയം അഥവാ ഞാൻ യിരെമ്യാവ് 45:3 വ്യക്തമായി കാണുന്നുണ്ട്: എൻ്റെ വേദന, എൻ്റെ ദുഃഖം കൂടിയിരിക്കുന്നു, എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തളർന്നിരിക്കുന്നു. ബാരൂക്ക് തനിക്കുണ്ടായ വേദനയ്ക്കും ദുഃഖത്തിനും ഞരക്കത്തിനുമൊക്കെ പ്രാധാന്യം നൽകി. അതവൻ്റെ സ്വയത്തെ സൂചിപ്പിക്കുന്നു. കർത്താവ് പറയുന്നത്: ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു, ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുന്നു, അതിൽ നീ എന്തിനു ദുഃഖിക്കുന്നു, ഞരങ്ങുന്നു? ദൈവത്തിന് ശുശ്രൂഷകൻ എന്ന നിലയിൽ നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ വചനഘോഷണം നടക്കാതെ വരുമ്പോൾ നിരാശപ്പെടാറില്ലേ? അതിന് കാരണം നമ്മിലുള്ള സ്വയമാണ്. ദൈവജന ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്നുള്ളതിനേക്കാൾ എൻ്റെ കഷ്ടപ്പാട് ആരും അറിയുന്നില്ലല്ലോ എന്നുള്ള ചിന്തയാണ് നിരാശയുടെ കാരണം. അംഗീകാരവും പുകഴ്ചയും നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ തന്നെ നിരാശപ്പെടാറില്ലേ? ഞാൻ എന്ന ഭാവം ഇന്ന് നമ്മിൽ വാഴുന്നത് കൊണ്ടാണ് ഈ വിധത്തിൽ സംഭവിക്കുന്നത്. ഓർക്കുക, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല എന്ന് നാം മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 3:7. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയല്ല ജീവിക്കുന്നത് എന്ന് പൗലോസിനെ പോലെ പറവാനും അത് അനുഭവമാക്കുവാനും കഴിഞ്ഞാൽ നിരാശയിൽ നിന്ന് മോചനം നേടുവാൻ കഴിയും. ഗലാത്യർ 2:20. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലല്ലാതെ സ്വയത്തെ കീഴടക്കുവാൻ കഴിയില്ല. നിരാശയുടെ വേറൊരു കാരണം ദൈവം ദോഷമായത് ചെയ്തു എന്ന ചിന്തയാണ്. ബാരൂക്ക് പറയുന്നത്: യഹോവ എൻ്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു. 45:3. എൻ്റെ നിരാശയ്ക്ക് കാരണം ദൈവത്തിൻ്റെ പദ്ധതിയും പ്രവർത്തനവുമാണ് എന്ന ബാരൂക്കിൻ്റെ ചിന്ത. നാം ഈ വിധത്തിൽ ചിന്തിച്ചിട്ടില്ലേ?
ദൈവം എന്നെ അവിടെ അയച്ചതുകൊണ്ട് എനിക്ക് ഈ വിധത്തിൽ കഷ്ടതയുണ്ടായത് എന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാൽ ഓർക്കുക, ദൈവം ദോഷമായതൊന്നും നമ്മോട് ചെയ്യുകയില്ല. ദൈവം അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുകയുമില്ല. അവൻ അറിയാതെ നമ്മളുടെ തലയിലെ ഒരു ഓമും പോലും പൊഴിഞ്ഞു പോകില്ല. നിരാശപ്പെട്ട ബാരൂക്കിനോട് ദൈവം പറയുന്നത്, നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും. 45:5. അതായത് ബാരൂക്കിന് ദൈവത്തിൻ്റെ കരുതൽ വാഗ്ദാനം ചെയ്യുകയാണ്. നമുക്കായി വൻകാര്യങ്ങൾ ആഗ്രഹിക്കാതെയും നമുക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളിൽ ദൈവത്തെ പഴിചാരാതെയും ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മിൽ പൂർത്തീകരിക്കപ്പെടുമെന്നും നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കുമെന്നും ഉള്ള വിശ്വാസം നമ്മിലുണ്ടാകുമ്പോൾ നിരാശ നമ്മെ ഭരിക്കയില്ല. അതുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് നൽകിക്കൊണ്ട് ദൈവം ദോഷമായതൊന്നും ചെയ്യില്ല എന്നുള്ള നിശ്ചയത്തോടെ വിശ്വാസയാത്രയിൽ മുന്നേറാം. കർത്താവേ, എന്നിലുള്ള ഞാൻ എന്ന ഭാവത്തെ കീഴടക്കി എല്ലാ മഹത്വവും നിനക്ക് നൽകി ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ എനിക്കും തരണമേ. ആമേൻ.